Hi, Dr. Balkrishnan here. അഡിനോമയോസിസ് അല്ലെങ്കിൽ ഗർഭാത്രം സൈസ് വലുതായി അല്ലെങ്കിൽ ബൾക്കി യൂട്രസ് ആയിട്ട് എനിക്ക് പ്രഗ്നൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ് ഈ മൂന്ന് പ്രശ്നങ്ങൾ എന്നുവെച്ചാൽ യൂട്രസില് ഈ പറയുന്ന പോലെ ഒരു മുഴ വരുന്നത് ഫൈബ്രോയിഡ്സ്, ഗർഭാന്റെ ഉള്ളിൽ ചുമരില് കട്ടി കൂടുന്നത് അഡിനോമയോസിസ് അല്ലെങ്കിൽ ബൾക്കി യൂട്രസ് എന്ന് വിളിക്കുന്നത്, ഗർഭത്തില് തടിപ്പ് കൂടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗർഭാന്റെ പുറത്ത് ഒട്ടലും സിസ്റ്റുകളും ഉണ്ടാവുന്ന എൻഡോമെട്രിയോസിസ്. മൂന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ അണ്ടാശയത്തിൽ നിന്ന് വരുന്ന ഹോർമോൺസിനെയാണ്. അപ്പൊ നമ്മൾ ഈ ഹോർമോൺസിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മൂന്നും കുറയും. അപ്പൊ ഈ ബ്ലോക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഇതിനുള്ള ഒരു പ്രഗ്നൻസി ഇരിക്കുക. യൂട്രസിനുള്ള പ്രഗ്നൻസി വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഒരു 10 മാസത്തേക്ക് പീരിയഡ്സ് നിർത്തും. അത് കഴിഞ്ഞ് പാലുടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാലുടി സമയത്ത് പീരിയഡ്സ് ആവില്ല. അപ്പൊ പിന്നെയും ആ ഹോർമോൺസിനെ സപ്രസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഫൈബ്രോയിഡ്സും അമങ്ങി ഒതുങ്ങി ഇല്ലാതെ പോയിക്കോളും. ഈ യൂട്രസിന് ചുമരിലുള്ള കട്ടിയുള്ളതും അത് വലിഞ്ഞ് അമർന്ന് ഒതുങ്ങിപ്പോയിക്കോളും. ഈ പീരിയഡ്സ് ആവാത്തതുകൊണ്ട് ചുറ്റുമുള്ള ഒട്ടലും എൻഡോമെട്രിയോസിസും ഇല്ലാതെ. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സൊല്യൂഷൻ പ്രഗ്നൻസി തന്നെയാണ്. പ്രഗ്നൻസി പിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ യൂട്രസിന് ഉള്ളിലേക്കുള്ള ഈ ഫൈബ്രോയിഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് തടിപ്പ് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തിട്ട്, സർജിക്കലി ചിലപ്പോൾ ക്ലിയർ ചെയ്യേണ്ടി വരും, ഹിസ്ട്രോസ്കോപ്പി ചെയ്തിട്ട് ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രഗ്നൻസി ആയിരിക്കും ഇതിനുള്ള ഫസ്റ്റ് സൊല്യൂഷൻ ആൻഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. താങ്ക് യു.